തുടക്കത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായില്ല. സിനിമയുടെ സ്റ്റോറി ലൈനാണ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം യാതൊരു പുതുമയും അവകാശപ്പെടാനുള്ള ഒരു സ്റ്റോറി ലൈനല്ല. അതുപോലെ തന്നെ തിരക്കഥയാണെങ്കിൽ പലയിടത്തും നിന്നും വലിഞ്ഞ് നീളുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇത് കൂടാതെ തന്നെ ഇമോഷണൽ കണക്ട്, നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. കാരണം ഇതിനകത്ത് സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം എഫേർട്ട് എടുക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിന് അദ്ദേഹം 100% അല്ല 200% എഫേർട്ട് എടുക്കും. അത് നമുക്ക് എല്ലാവർക്കും പല സിനിമകളിൽ നിന്നും ബോധ്യമായ കാര്യമാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ തിരക്കഥയിൽ കൂടെ ഒരു ശ്രദ്ധിക്കേണ്ടേ, അല്ലെങ്കിൽ ഒരു കഥയിൽ കൂടെ ശ്രദ്ധിക്കേണ്ടേ. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് അദ്ദേഹം ഇനി പുതിയ എന്താ പറയുക, പുതിയ രക്ഷകൻ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള മത്സരം സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും എനിക്ക് സംശയം തോന്നി പോകുന്നുണ്ട്. ഇതൊരു എക്സ് ഗാങ്സ്റ്റർ സ്റ്റോറി ലൈനാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഒരു കഥ എങ്ങോട്ടേക്കും പോകുന്നതെന്ന്. പിന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിഞ്ഞു നീളുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് രക്ഷകനാണ്. ഒരു ഇടയ്ക്ക് എവിടെയൊക്കെ ഒരു കന്തുവ ലൈറ്റ് ഫീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്കൊരു നിർവികാരതയാണ് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ തോന്നിയത്. കാരണം എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം ഇദ്ദേഹത്തെ പോലുള്ളതാണ്. ഇപ്പം ഇദ്ദേഹം യാതൊരു എഫേർട്ട് കൊടുക്കാതെ ചുമ്മാ വന്ന് അഭിനയിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കാണിക്കുന്നത്. ഇദ്ദേഹം ഇതെല്ലാം എഫേർട്ടൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ട് എവിടെയൊക്കെ പാളിച്ചകൾ പറ്റുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇവർക്ക് കഥ കേൾക്കുമ്പോൾ തോന്നില്ല ഇങ്ങനത്തെ ഒരു കഥ വർക്കൗട്ട് ആകുമോ. അല്ലെങ്കിൽ ഇന്നത്തെ 2025 നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഇന്നും നമ്മൾ ഈ റെട്രോ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കാര്യങ്ങൾ, അതും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. 1993 കാണിക്കുന്ന സംഭവങ്ങളൊന്നും അന്നത്തെ ഒരു ആൻഡമാൻ നിക്കോബാർ 1993 കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമുക്ക് അല്ലെങ്കിൽ അത് കൺവിൻസിങ് ആക്കി എടുക്കണം. അത് അവിടെയാണ്. ഇപ്പം നമ്മളിപ്പം KGF എന്ന സിനിമയിൽ റോക്കി ബായിയെ കാണിക്കുമ്പോഴത്തേക്കും നമ്മളവിടെ കൺവിൻസ്ഡ് ആവുന്നു. റോക്കി ബായി പാർലമെൻറ്റിനകത്ത് കയറാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അത്ര ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണെന്നുള്ളൊരു കൺവിൻസിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ഫീലാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. ഇനി നമ്മുടെ ജയറാമേട്ടൻ അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. പണ്ട് തെനാലി എന്നൊരു സിനിമ ഞാനത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടത്. അതിൽ കമലഹാസനൊപ്പം അല്ലെങ്കിൽ കമലഹാസന് മേലെ സ്കോർ ചെയ്തൊരു റോളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിൽ അദ്ദേഹം മലയാളത്തിലെ ഡയലോഗ് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ തിയേറ്ററിലിരുന്ന് വളരെ മലയാളം ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന ഞങ്ങളാണ്. എന്നിട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു മികച്ച റോളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് പുള്ളി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതുമ പുള്ളിയുടെ ഒരു റോളിന് തരാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ഒത്തിരി മലയാളം ഡയലോഗ്സ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ജയറാമേട്ട ഒന്ന് വെറുപ്പിക്കാതിരിക്കുമോ, ഇങ്ങനെ പറയാനാണ് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ പൂജ ഹെഗ്ഡെയും സൂര്യ സാറും അദ്ദേഹം തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം വളരെ രീതിയിൽ ഇങ്ങനെ റെപ്പറ്റീവായിട്ട് ഇങ്ങനെ കുറേ സീൻസ് ഇങ്ങനെ വന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒത്തിരി സീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 20-25 മിനിറ്റെങ്കിലും ഒന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ ഒന്ന് ആസ്വാദ്യകരമാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി.